ലോകത്ത് നടുക്കിയ സുനാമി ദുരന്തത്തിന് 20 വയസ്സ് തികയുന്നു. 2 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും തീരദേശവാസികളുടെ ആശങ്കകൾ ഒഴിയുന്നില്ല. ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ആലസ്യം വിട്ടുമാറും മുമ്പാണ് രാക്ഷസ തിരമാലകൾ തീരദേശത്ത് സംഹാരതാണ്ഡവമാടിയത്. സുനാമി തിരകൾ വൻ നാശം വിതച്ച 2024 ഡിസംബർ 26 ആലപ്പുഴ മേഖലയിൽ 29 പേരും അന്ധകാരനഴിയിൽ 3 പേരും മരിച്ചു. ജീവിച്ചിരുന്നവരാകട്ടെ ദുരന്തങ്ങളുടെ കയത്തിൽ നിന്നാണ് കരകയറി വന്നത്. ഉറ്റവരെല്ലാം നഷ്ടമായവരും അക്കൂട്ടത്തിലുണ്ട്. സുനാമി ദുരന്തത്തിന് 20 വർഷമാകുമ്പോൾ വലിയഴീക്കൽ തീരത്തു നിന്ന് കടലിലേക്ക് നീളുന്ന പുലിമുട്ടുകളിലൂടെ നടക്കുമ്പോൾ ഓർമ്മകളെ രാക്ഷസ തിരകൾ കടപുഴകി സങ്കടങ്ങളിലേക്ക് വലിച്ചെറിയും. പുലിമുട്ടിന്റെ ഒരു വശത്തെ കരിങ്കല്ലുകളിൽ നിറയെ സുനാമി ദുരന്തത്തിൽ മരിച്ചവരുടെ ചിത്രങ്ങൾ, ഓരോ കല്ലിലും ഓരോ മുഖങ്ങൾ. വർഷങ്ങൾക്ക് മുൻപ് വരച്ച ആ ചിത്രങ്ങൾ മാഞ്ഞു തുടങ്ങി. കാലം മായ്ച്ച മുറിവുകളുമായി തീരം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. പക്ഷേ ഓർമ്മയുടെ തിരമാലകൾ വന്നു തൊടുമ്പോൾ ആ മുറിവുകൾ വീണ്ടും നീറിപ്പുകയും കണ്ണുകൾ സങ്കടക്കടലാകും. 20 വർഷം മുൻപ് ഉയർന്ന നിലവിളിയുടെ മാറ്റൊലി കാതിൽ മുഴങ്ങും. ആറാട്ടുപുഴയിലും അന്ധകാരനഴിയിലും ഉൾപ്പെടെ ആയിരക്കണക്കിന് തീരദേശത്തെ കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തിയ സുനാമി ദുരന്തത്തിന് 20 വയസ്സാണ്. 2024 ഡിസംബർ 26 തീരം കടപുഴകിയ തിരമാലകൾ ജില്ലയിലെ തറയിൽക്കടവ്, വലിയഴീക്കൽ, പെരുമ്പള്ളി, അന്ധകാരനഴി ഗ്രാമങ്ങളെ വിഴുങ്ങിയത്. കണ്ടുപരിചയിച്ച കടലിന് മുഖം മാറുന്നത് കണ്ടു ഭയന്ന കടലോരം കണ്ണടച്ചു തുറക്കുന്നതിന് മുൻപേ സുനാമി തിരമാലകൾ എല്ലാം അവസാനിപ്പിച്ചു. ആറാട്ടുപുഴ മേഖലയിൽ 29 പേരും അന്ധകാരനഴിയിൽ 3 പേരും മരിച്ചു. സർക്കാർ കണക്ക് പ്രകാരം ജില്ലയിലാകെ 848 വീടുകൾ പൂർണ്ണമായും 1907 വീടുകൾ ഭാഗികമായും തകർന്നു. കൃഷി, മത്സ്യബന്ധനോപാധികൾ, വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾ, വളർത്തുമൃഗങ്ങൾ തുടങ്ങി മുൻപിൽപ്പെട്ടതെല്ലാം മായ്ച്ചുകളഞ്ഞാണ് കലിയിടാക്കിയ കടൽ പിൻവാങ്ങിയത്. കടലെടുത്ത ജീവനുകൾ ഒഴികെ ബാക്കിയെല്ലാം തീരം പതിയെ തിരിച്ചടിപ്പിച്ചു. എങ്കിലും ഡിസംബർ 26 ഇപ്പോഴും തീരത്തിന് കണ്ണീരോർമ്മയാണ്. മിൻമീഡിയ, ആലപ്പുഴ.